എന്ത് വേണ്ടി ചെയ്യാ വഴിയുണ്ട്, അത് അപ്പുറത്ത് കൂടെ പോകുന്നു. ഡോൾഫി തന്നെയാണോ അത്? നോക്കിയാ ഇതിലെ ഡോൾഫി ഉണ്ട്, ഇതിലെ ഡോൾഫി ഉണ്ട്. വേറെ ഡോൾഫി സംശയം നോക്കുന്ന ബാക്ക് എടുത്തിട്ട് വീണ്ടും എടുത്താ കിട്ടും. അതേപോലെ ഇങ്ങനെ നോക്കിയിരിക്കാം. അതിന് കുഴപ്പമാ. വാച്ചിങ് ഉണ്ട്, ആരും കമന്റ് ഒന്നും ഇടണില്ല. കമന്റ് വരൂ എല്ലാരും ഒന്ന് ഉഷാറാക്കൂ. ഡബിൾ ടാപ്പ് ചെയ്യാ, നിങ്ങളാരും കാണാനില്ല. സബ്സ്ക്രൈബ് ചെയ്യാ. സബ്സ്ക്രൈബ് എന്ന് പറയാം. ഹലോ, ഒന്ന് ഉഷാറാക്ക്. ആരും ഉണ്ടണില്ല. മാമന്ന് പറഞ്ഞു. ഹലോ, എല്ലാരും ഒന്ന് ഓടി വന്ന് ഒന്ന് ലൈക്ക് ചെയ്താ, ഡബിൾ ടാപ്പ് ചെയ്ത് വന്ന് ഒരു താഴെ ഒരു കമന്റ്. ഗാലറി നോക്കില്ല, താഴേക്ക് ഇറങ്ങും. ഗാലറിയിൽ നിന്ന് താഴേക്ക് വന്നൊരു കമന്റ് ഇട്ടാൽ എൻ്റെ ഉറക്കം പോകും, നിങ്ങളുടെ ഉറക്കം പോകും. നമുക്ക് കഥ പറഞ്ഞിരിക്കുക കുറച്ച് സമയം, വിശേഷങ്ങൾ പറയാം. നിങ്ങളുടെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം കുറച്ച് ദൂരം യാത്ര ചെയ്യാം. ആരാണ് ലൈക്ക് ഇട്ടാലൊന്ന് കമന്റ് ചെയ്തേ. മോളൊരു പാട്ട് പാടണമെങ്കിൽ നിങ്ങളുടെ കമന്റ് വന്നാൽ പാട്ട് പാടും. വേടന്റെ പാട്ട് നെക്സ്റ്റ്. വേടന്റെ പാട്ട് പോയത് അവർക്ക് സിഗ്നലാണ് അവിടെ, അതാണ് റെഡ് സിഗ്നലാണ്. ഹലോ ഹലോ, ഉഷാറില്ലേട്ടാ. നീ പാട്ടാ പാടിക്കോ, പലകാമൃത്തില് പാട്ട് പാടും. നിക്കട്ടാ, പാട്ട് എടുക്കട്ടെ. വേടന്റെ പാട്ടുണ്ട്. വേടന്റെ പാട്ട് അറിയുന്ന പാട്ടൊക്കെ വേടന്റെ പാട്ട് എടുക്കട്ടെ. അവിടെ നമുക്ക് എൻജോയ് ചെയ്യണം. കായല കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ. അത് കഴിഞ്ഞു. ഇനി അടുത്ത പാട്ട് ഒരുത്തി പാടാം. അതന്നെ വേടന്റെ പാട്ട് തന്നെ. ഒരുത്തി അതിന്റെ കാല് വേണം. കുറച്ചൊന്നും എനിക്ക് അങ്ങോട്ട് ഇറങ്ങിയിരുന്നാ മതി. അങ്ങനെ വിളിക്കാനൊന്നും വേണ്ട. കൊറേ ആൾക്കാരെ വാച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കുന്നതിന് നന്ദി. ലൈക്ക് ചെയ്യാൻ മടിയുള്ളവരായത് നിങ്ങളെ അറിയാൻ പോണമെന്നില്ല കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്താല് കമന്റ് വന്നാൽ മാത്രമാണ് നിങ്ങൾ ആരാണെന്ന് ഞാൻ അറിയുള്ളൂ, നാട്ടിലറിയുള്ളൂ. നോക്കിയിരിക്കുമ്പോ ഒരിക്കലും നിങ്ങൾ ആരാന്ന്, അല്ലെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരാന്ന് അറിയില്ല.